24 റൗണ്ടിൽ വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഇന്ത്യയുടെ വികസനത്തിന്റെ പ്രധാന പങ്കാളിയാണ് ജപ്പാനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയുമായി മോദി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിലെ ജാപ്പനീസ് നിക്ഷേപം $68 ബില്യൺ ഉയർത്തുമെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി പറഞ്ഞു. അമേരിക്കൻ തീരുവ തർക്കം മുറുകുന്നതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ സന്ദർശനം. പ്രതിരോധം, സാങ്കേതികവിദ്യ ഉൾപ്പെടെ നിരവധി മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്താൻ സന്ദർശനത്തിൽ ധാരണയായി. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം പരസ്പര വിശ്വാസത്തിന്റെ പ്രതീകമായി മാറിയെന്ന് ടോക്കിയോയിൽ നടന്ന സംയുക്ത സാമ്പത്തിക ഫോറത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. मेट्रो से लेकर मैन्युफैक्चरिंग तक, सेमीकंडक्टर से लेकर स्टार्टअप्स तक, हर क्षेत्र में हमारी साझेदारी आपसी विश्वास का प्रतीक बनी है. ഇന്ത്യയിലെ നിക്ഷേപം $68 ബില്യൺ ഉയർത്തുമെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി പറഞ്ഞു. മുൻ പ്രധാനമന്ത്രിമാരായ യോഷിഹിഡെ സുഗോ, ഫുമിയോ കിഷിഡ എന്നിവരുമായും മോദി കൂടിക്കാഴ്ച നടത്തി. ഉച്ചകോടിയിൽ അമേരിക്കയുടെ തീരുവയെക്കുറിച്ച് മോദി പരാമർശിച്ചില്ല. എന്നാൽ ചൈന സന്ദർശിക്കാനിരിക്കെ ഇരു രാജ്യങ്ങൾ തമ്മിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് മോദി ഓർമ്മിപ്പിച്ചു. അമേരിക്കയുടെ തീരുവ പ്രഖ്യാപനത്തിന് പിന്നാലെ ജപ്പാനിലെത്തിയ മോദിക്ക് വൻ സ്വീകരണമാണ് നൽകിയത്. ജാപ്പനീസ് ഭാഗ്യചിഹ്നമായ ദരുമോപാവയും മോദിക്ക് സമ്മാനമായി നൽകി. ജപ്പാൻ സന്ദർശനത്തിന് ശേഷം മോദി നാളെ ഷാങ്ഹായി സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനയിലേക്ക് തിരിക്കും. 24 ഡൽഹി. അമേരിക്ക നികുതി ഭാരം അടിച്ചേൽപ്പിച്ചതിന് പിന്നാലെ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞു. $1 രൂപയുടെ മൂല്യം 88.29 എന്ന നിലയിലേക്കാണ് ഇടിഞ്ഞത്. ചരിത്രത്തിൽ ആദ്യമായാണ് 88 രൂപ എന്ന പരിധി കടക്കുന്നത്. ഫെബ്രുവരിയിലെ 87 രൂപ 95 പൈസയായിരുന്നു ഇതുവരെയുള്ള താഴ്ന്ന നിലവാരം. വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ നിന്ന് ഡോളർ വൻതോതിൽ പിൻവലിക്കുന്നതും ഇടിവിന് കാരണമാണ്. രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ കയറ്റുമതിക്കാർക്ക് ഗുണമാകാറുണ്ടെങ്കിലും നികുതി ഭാരം കൂടിയത് ഇത്തവണ തിരിച്ചടിയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് പണം അയക്കുന്നവർക്ക് അനുകൂല സാഹചര്യമാണ്. അതേസമയം ക്രൂഡ് ഓയിൽ അടക്കം രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് ചെലവേറും. ഇത് വിലക്കയറ്റത്തിന് കാരണമായേക്കും. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ കേസെടുത്തു. സുമയ്യയുടെ ശരീരത്തിലെ ട്യൂബ് മാറ്റുന്നത് വിദഗ്ധ സമിതി പരിശോധിച്ച് തീരുമാനിക്കും. നഷ്ടപരിഹാരം നൽകുന്ന കാര്യം സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് സുമയ്യയുടെ കുടുംബത്തിന് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഉറപ്പു നൽകി. തന്റെ ദുരിതം പുറത്തുകൊണ്ടുവന്ന 24-ന് സുമയ്യ നന്ദി പറഞ്ഞു. 24 ഇംപാക്ട്. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ സുമയ്യയും കുടുംബവും പ്രതിഷേധിച്ചതോടെയാണ് അഡീഷണൽ ഡയറക്ടർ ചർച്ചയ്ക്ക് തയ്യാറായത്. ഡോക്ടർ രാജീവ് കുമാറിനെതിരെ നടപടിയെടുക്കുമെന്ന് ADHS ഉറപ്പു നൽകി. വിദഗ്ധ സമിതി പരിശോധിച്ചതിനു ശേഷം കഴിയുമെങ്കിൽ സർക്കാർ ചെലവിൽ ട്യൂബ് പുറത്തെടുക്കും. തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. വിദഗ്ധ സമിതി ഇനി തിരിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ അതിനുള്ള ഒരു ചെയ്യാം. നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഇവിടെ കേരളത്തിലല്ല, ഇനി പുറത്തായിരുന്നാൽ പോലും ഇതെടുക്കുന്നതിനുള്ള എല്ലാ ബാധ്യതയും എല്ലാ സാമ്പത്തികവും ഏറ്റെടുക്കേണ്ടത് സർക്കാരും ആരോഗ്യവകുപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബന്ധുവിന്റെ പരാതിയിൽ സുമയുടെ മൊഴിയെടുത്ത് കണ്ടോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. IPC 336, 338 വകുപ്പുകൾ ചുമത്തി. സുമയുടെ ശരീരത്തിൽ വയർ കുടുങ്ങിയത് ഡോക്ടറുടെ അലക്ഷ്യമായ പ്രവൃത്തിയാണെന്നാണ് FIR-ൽ പറയുന്നത്. തനിക്ക് നീതി ലഭിക്കുമെന്നുറപ്പെന്നും വാർത്ത പുറത്തു കൊണ്ടുവന്ന 24-ന് നന്ദിയെന്നും സുമയ്യ. ആദ്യമായിട്ട് 24 ചാനലുകാർ തന്നെയാണ് എനിക്ക് ആദ്യമായിട്ട് ഈ വാർത്ത കൊണ്ടുവന്നത്. അതിലെനിക്ക് സന്തോഷമുണ്ട്. നടപടി ഉടനെ ഉണ്ടാവും എന്നാണ് എനിക്ക് അവിടെ നിന്ന് അറിയിപ്പ് തന്നിട്ടുള്ളത്. തുടർ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകാനാണ് സുമയ്യയുടെയും കുടുംബത്തിന്റെയും തീരുമാനം. 24 തിരുവനന്തപുരം. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണയുമായി NSS. പരിപാടിയിൽ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പങ്കെടുക്കുമെന്ന് വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ പറഞ്ഞു. വിശ്വാസങ്ങൾ സംരക്ഷിപ്പിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയെന്നും പ്രതികരണം. NSS നിലപാട് CPIM സ്വാഗതം ചെയ്തു. UDF-ഉം BJP-യും ബഹിഷ്കരിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് NSS-ന്റെ പൂർണ്ണ പിന്തുണ. പരിപാടിയിൽ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പങ്കെടുക്കുമെന്ന് വൈസ് പ്രസിഡന്റ് M. സംഗീത് കുമാർ. ആഗോള അയ്യപ്പ സംഗമം ഭഗവാന് വേണ്ടി സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ബഹുമാന്യായ ജനറൽ സെക്രട്ടറിയെ അതിൻ്റെ അവലോകന യോഗത്തിലേക്ക് ക്ഷണിക്കുക. അദ്ദേഹം അന്ന് തന്നെ ബഹുമാന്യായ ദേവസ്വം മന്ത്രി അവിടുത്തെ ആചാരങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും വിശ്വാസം സംരക്ഷിച്ചുകൊണ്ടും മാത്രമായിരിക്കും ഈ സംഗമവുമായിട്ട് മുന്നോട്ട് പോകുന്നതെന്ന് അവിടെ ഉറപ്പ് നൽകുകയെല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നായർ സർവീസ് സൊസൈറ്റിക്ക് ഈ സംഗമത്തോട് എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. അയ്യപ്പ സംഗമത്തിന് എതിരായ പ്രതിപക്ഷ നിലപാടിൽ NSS പ്രതികരണത്തിനില്ല. അതിനിടെ NSS പിന്തുണയെ സ്വാഗതം ചെയ്ത് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തി. അയ്യപ്പൻ്റെ മാത്രമല്ല,
അയ്യപ്പൻ ഉൾപ്പെടെ എല്ലാറ്റിൻ്റെയും കടാക്ഷം എന്ത് പുരോഗമനപരമായ നിലപാട് സ്വീകരിക്കുമ്പോഴും ലോകത്തെ എവിടെയായാലും ആശയവാദികൾ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ അതിനെല്ലാം ലഭിച്ചിട്ടുണ്ട്. ലോകത്ത് എവിടെയും കിട്ടിയിട്ടുണ്ട്, ഇവിടെയും കിട്ടും. ഹിന്ദു സമൂഹത്തോട് മാപ്പ് പറഞ്ഞിട്ട് മതി ശബരിമലയിലെ അയ്യപ്പ സംഗമം എന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രനും പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതി ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം അന്വേഷിക്കും. ഡിവൈഎസ്പി ഷാജിക്കാണ് അന്വേഷണ ചുമതല. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് വ്യാപക പരിശോധന ആരംഭിച്ചു. സൈബർ വിംഗ് CI ഉൾപ്പെടുന്ന 4 അംഗ സംഘമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതി അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തിലുള്ളത്. ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട കേസിൽ ഉടൻ മൊഴി രേഖപ്പെടുത്തലുകളിലേക്ക് കടന്നേക്കും. ആദ്യഘട്ടത്തിൽ തുറന്നു പറച്ചിലുകൾ നടത്തിയ റിനി ആൻഡ് ജോർജ്, അവന്തിക, ഹണി ഭാസ്കരൻ എന്നിവരുടെ മൊഴിയെടുക്കും. 2 വ്യത്യസ്ത ടീമുകളായി തിരിച്ച് എറണാകുളം, തിരുവനന്തപുരം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷിക്കാനാണ് നീക്കം. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലുള്ള പരാതികൾ മാത്രമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ളത്. രാഹുലിനെതിരെ ഉചിതമായ നടപടിയെടുത്തു എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആവർത്തിച്ചു. ജനങ്ങൾക്ക് ഇതിനോടകം ഞങ്ങൾ സ്വീകരിച്ച നടപടി ജനങ്ങളെ അങ്ങേയറ്റം ഞങ്ങളിൽ കൂടുതൽ മതിപ്പും അതുപോലെ തന്നെ ഞങ്ങൾക്ക് കൂടുതൽ പിന്തുണയും നൽകുന്ന നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പാർട്ടിക്കും ഞങ്ങളെ കുറ്റപ്പെടുത്താൻ അർഹതയില്ല. അതിനിടെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ടും ക്രൈംബ്രാഞ്ച് നടപടികൾ സജീവമാക്കി. രാഹുലുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെ വീടുകളിൽ വ്യാപക പരിശോധന നടത്തി. 2 സംഘങ്ങളായി തിരിഞ്ഞു നടത്തിയ പരിശോധനയിൽ KSU പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സുബിൻ ബിനുവിന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു. കേസിൽ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രാഹുലിന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീണ്ടും പാലക്കാട് എത്തിക്കാൻ രഹസ്യ A ഗ്രൂപ്പ് യോഗം ചേർന്നെന്ന വാദം തള്ളി ഷാഫി പറമ്പിൽ MP. C ചന്ദ്രന്റെ വീട്ടിൽ പോയിട്ടില്ല. പാലക്കാട് എത്തിയത് വിവാഹ ചടങ്ങിനാണ്. മനഃപൂർവ്വം വ്യാജ പ്രചാരണം നടത്തുകയാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രന്റെ വീട്ടിൽ താൻ പോയിട്ടേ ഇല്ലെന്നാണ് ഷാഫി പറമ്പിലിന്റെ പ്രതികരണം. C ചന്ദ്രൻ ഇന്നലെ പാലക്കാട് ഉണ്ടായിരുന്നില്ല. താൻ പാലക്കാട് എത്തിയത് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ്. അത് മാധ്യമപ്രവർത്തകർ എല്ലാം കണ്ടതാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഇപ്പം ഞാൻ അവിടെ പോയിട്ടേ ഇല്ല എന്നുള്ളത് ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാക്കാവുന്ന ഈ പറയുന്ന C ചന്ദ്രേട്ടൻ KPCC ജനറൽ സെക്രട്ടറി, അദ്ദേഹം ഇന്നലെ പാലക്കാടേ ഇല്ലാഞ്ഞു. ഇന്ന് രാവിലത്തെ വെസ്റ്റ് കോസ്റ്റിലാണ് വന്നത് എന്നുള്ളത് ടിക്കറ്റും ഫോട്ടോയും സഹിതം ഒരു മനുഷ്യൻ കാണിച്ചിട്ട് നിങ്ങൾ അടുത്ത വരി കൊടുക്കുന്നത് നിഷേധിച്ച് ഷാഫി എന്നുള്ളത്, അപ്പോഴും അവിടെ യോഗം ചേർന്നു എന്നുള്ളത് നിങ്ങൾ ഒഴിവാക്കുന്നില്ല. പ്രചാരണം തള്ളി C ചന്ദ്രനും രംഗത്തെത്തി. അപ്പം ഞാനിവിടെ സ്ഥലത്തില്ലാത്ത സമയത്ത് ഇവിടെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഗ്രൂപ്പ് യോഗം ചേർന്നു എന്നുള്ളൊരു വാർത്ത അത് സത്യത്തിന് നിരക്കാത്തതാണ്. രാഹുലിനെ തിരികെ എത്തിക്കാൻ നീക്കം നടക്കുന്നുവെന്ന വാർത്ത പുറത്തു വന്നതിനു പിന്നാലെ അതൃപ്തി അറിയിച്ച കോൺഗ്രസിൽ ഒരു വിഭാഗം രംഗത്തെത്തിയിരുന്നു. രാഹുൽ തിരിച്ചെത്തിയാൽ സുരക്ഷ ഒരുക്കാനാകില്ലെന്നതാണ് DCCയുടെ നിലപാട്. 24 പാലക്കാട്, കോഴിക്കോട്. ഓളപ്പരപ്പിലെ ജലരാജാവിനെ കണ്ടെത്താൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ അവസാനവട്ട ഒരുക്കത്തിലാണ് ആലപ്പുഴ. ആരാകും ഈ വർഷത്തെ ജലരാജാവ് എന്നതിൽ ആരാധകർക്കിടയിലും ആവേശപ്പോരാണ് നടക്കുന്നത്. നെഹ്റു ട്രോഫിയിൽ മുത്തമിടാൻ പുതിയ അവകാശികൾ ഉണ്ടാകുമോ എന്നതിലും ആകാംക്ഷയേറുകയാണ്. തുഴയും വള്ളവും വെള്ളവും തമ്മിലുള്ള ആവേശപ്പോരിൽ ആര് ജയിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. തുടർച്ചയായ 6ാം കിരീടം ലക്ഷ്യമിട്ട് പള്ളാത്തുരുത്തിയും മൈക്രോ സെക്കൻഡുകൾക്ക് കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട കിരീടം തിരികെ പിടിക്കാൻ വില്ലേജ് ബോട്ട് ക്ലബ്ബും പാരമ്പര്യത്തിന്റെ കാര്യത്തിൽ കിരീടം തിരികെ പിടിക്കാൻ മറ്റു ക്ലബ്ബുകളും തുഴയെറിയുമ്പോൾ പുന്നമടയിലെ ഓളങ്ങൾക്ക് തീ പിടിക്കുമെന്നുറപ്പാണ്. വള്ളപ്പുരയിൽ നിന്നും കായലിലേക്ക് വള്ളങ്ങൾ ഇറങ്ങുമ്പോൾ മുതൽ തുടങ്ങുന്ന ആവേശം നാളെ ജലരാജാവ് നെഹ്റു ട്രോഫി ഉയർത്തും വരെ തുടരും. വാശിയേറിയ പോരാട്ടത്തിന് വേദിയാകുന്ന പുന്നമടയിൽ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. 71ാമത് നെഹ്റു ട്രോഫിയുടെ ആവേശം ആരാധകർക്കിടയിലും ആവേശപൂർവ്വം പടർന്നു കഴിഞ്ഞു. ആലപ്പുഴ ജില്ലയിലാകെ ശക്തമായ മഴ പെയ്യുന്നുണ്ടെങ്കിലും കായലിലെ പോരിന് അതൊന്നും തടസ്സമാകില്ല എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. കൈക്കരുത്തും മെയ്ക്കരുത്തും ഒരുപോലെ ഒരുമിക്കുന്ന നെഹ്റു ട്രോഫിയിൽ പുന്നമടയുടെ പുതിയ രാജാവാരെന്നറിയാൻ മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. 24 ആലപ്പുഴ. മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സൽ വാഹനങ്ങൾക്ക് മാത്രം നിരോധനം. മറ്റു വാഹനങ്ങൾ നിയന്ത്രണ വിധേയമായി കടത്തിവിടും. കോഴിക്കോട് കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. അപകടമുണ്ടായപ്പോൾ സ്ഥലം സന്ദർശിച്ചില്ലെന്ന T സിദ്ദിഖ് MLAയുടെ ആരോപണത്തിന് കളക്ടർ വ്യക്തിയല്ല സിസ്റ്റമാണെന്നായിരുന്നു മറുപടി. താമരശ്ശേരി ചുരത്തിൽ പോലീസ് നിയന്ത്രണത്തോടെ വാഹനങ്ങൾ കൃത്യമായ ഇടവേളകളിൽ കടത്തിവിടാനാണ് തീരുമാനം. ചുരം വ്യൂ പോയിന്റിൽ വിനോദസഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തും.
സാധാരണ നിലയിലാകുന്നതുവരെ അഗ്നിരക്ഷാസേനയുടെ ഒരു യൂണിറ്റ് ചുരത്തിൽ വിന്യസിക്കും. അപകടമുണ്ടായപ്പോൾ കളക്ടർ എത്തിയില്ല എന്ന ടി സിദ്ദിഖ് എംഎൽഎയുടെ ആരോപണത്തിന് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാറിന്റെ മറുപടി ഇങ്ങനെ. കലക്ടർ നമ്മുടെ ജില്ലാ കളക്ടർ ഒരു പേരല്ല, ഒരു സിസ്റ്റമാണ്. സോ ഡെപ്യൂട്ടി കളക്ടർമാരുണ്ട്, തഹസിൽദാർമാരുണ്ട്, ഒരുപാട് ഉദ്യോഗസ്ഥനാണ്. സോ ഇത് കലക്ടർ ഇൻഡിവിജ്വലായിട്ട് നോക്കാൻ ഒരു ആവശ്യവും ആ സമയത്ത് ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് എല്ലാ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ 2 ദിവസം ഈ സിസ്റ്റം ഉണ്ടായിരുന്നില്ലെന്നായിരുന്നു ഇതിനുള്ള ടി സിദ്ദിഖ് എംഎൽഎയുടെ മറുപടി. ചുരം റോഡ് തകർന്നാൽ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം പോലും വയനാടിന്റെ സാമൂഹ്യ ജീവിതത്തെ ഗൗരവതരമായി ബാധിക്കും. നാഷണൽ ഹൈവേ 766 ചുരം ഘാട്ട് സെക്ഷൻ ഏറ്റവും അതിപ്രധാനമായി സംരക്ഷിക്കപ്പെടേണ്ട ഭൂഭാഗമാണ്. വയനാട് ചുരത്തിലുണ്ടായ മണ്ണ് നീങ്ങിനിരങ്ങൾ പ്രതിഭാസത്തിൽ കൂടുതൽ പഠനം വേണമെന്ന് മണ്ണ് സംരക്ഷണ വിദഗ്ധൻ പി യു ദാസ് ആവശ്യപ്പെട്ടു. 24 കോഴിക്കോട്. കണ്ണൂർ എഡിഎമായിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണമില്ല. കുടുംബത്തിന്റെ വാദങ്ങൾ നേരത്തെ പരിശോധിച്ചതാണെന്ന് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കി. കേസ് തുടർ നടപടിക്കായി തലശ്ശേരി സെഷൻസ് കോടതിയിലേക്ക് മാറ്റി. പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിൽ പ്രതിക്ക് അനുകൂലമായ പഴുതുകളുണ്ടെന്നായിരുന്നു നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ വാദം. ആവശ്യമായ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചില്ലെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയ വാദങ്ങൾ തന്നെയാണ് വീണ്ടും ഹർജിയിൽ ഉന്നയിച്ചതെന്നാണ് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിരീക്ഷണം. പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടെന്ന വാദം കോടതി അംഗീകരിച്ചില്ല. വിചാരണ നടപടിക്കായി കേസ് ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് മാറ്റി. തുടരന്വേഷണ ഹർജിയിൽ തീർപ്പായതോടെ കേസ് റദ്ദാക്കുന്നതിനായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് പി ദിവ്യയുടെ തീരുമാനം. 24 കണ്ണൂർ. ആംബുലൻസിന് വഴിയൊരുക്കാൻ ഗതാഗത കുരുക്കിലൂടെ ഓടിയ വനിതാ ASI അപർണയുടെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. എന്നാൽ ആ ദൃശ്യങ്ങളിൽ പുതിയ ട്വിസ്റ്റ്. ആംബുലൻസിനുള്ളിൽ രോഗികളില്ലായിരുന്നുവെന്ന് MVD. ഡ്രൈവർ സഹിതം ആംബുലൻസ് കസ്റ്റഡിയിലെടുത്ത് പിഴ ചുമത്തി. ഇത്തരത്തിൽ ആംബുലൻസിന് വഴിയൊരുക്കാൻ കഷ്ടപ്പെടുന്നത് അപർണയുടെ ഔദ്യോഗിക ജീവിതത്തിലെ ആദ്യത്തെ സംഭവമല്ല. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി മുടിമുറിച്ച് നൽകിയതും സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്തുന്നതും ഇതേ അപർണ തന്നെ. എന്നാൽ 9-ാം തീയതി തൃശൂരിൽ ഗതാഗതക്കുരുക്കിൽപ്പെട്ട ആംബുലൻസിന് വഴിയൊരുക്കിയ ദൃശ്യങ്ങളിലെ ആംബുലൻസിനുള്ളിൽ രോഗികൾ ഉണ്ടായിരുന്നില്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബൈജുവിന്റെ സംശയമാണ് അന്വേഷണത്തിന് ആധാരമായത്. വണ്ടിയുടെ റൈറ്റ് സൈഡിലുള്ള മിററിലാണ് ആ വിഷ്വൽ സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ ആ വിഷ്വൽ എടുക്കാനായിട്ട് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആൾക്ക് മാത്രമേ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു വിഷ്വൽ എടുക്കാനായിട്ട്. അപ്പം അതാണ് നമുക്ക് ഫസ്റ്റ് ഡൗട്ട് തോന്നിയത്. ഞാൻ ആദ്യം ഈ സംഭവം അറിഞ്ഞു. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ അന്വേഷണം നടത്തി പിന്നെ എനിക്ക് ഒരു ഇൻഫർമേഷൻ വളരെ വിശ്വസനീയമായ ഒരു കേന്ദ്രത്തിൽ നിന്നുള്ളൊരു ഇൻഫർമേഷനും കിട്ടി. അപ്പോൾ അതിൽ രോഗി ഉണ്ടായിരുന്നില്ല എന്നൊരു സംശയം പ്രകടിപ്പിച്ചു. തൊടുപുഴ സ്വദേശി അലന്റെ ഉടമസ്ഥതയിലാണ് ആംബുലൻസ്. ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയെ ആശുപത്രിയിൽ ഇറക്കിവിട്ടതിനു ശേഷം മറ്റൊരു രോഗിക്ക് വേണ്ടി പോകുകയായിരുന്നു എന്നാണ് ആംബുലൻസ് ഡ്രൈവർ ഫൈസലിന്റെ ന്യായീകരണം. വാഹനമോടിക്കുന്നതിനിടയിൽ ദൃശ്യങ്ങൾ പകർത്തിയതിലും രോഗികളില്ലാതെ സൈറണിട്ട് ആംബുലൻസ് ഓടിച്ചതിനും ഇയാൾക്കെതിരെ നടപടിയുണ്ടാകും. 24 തൃശൂർ. GST പരിഷ്കരണവുമായി ബന്ധപ്പെട്ട BJP ഇതര സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ യോഗം ചേർന്നു. ഡൽഹിയിലെ കർണാടക ഭവനിലായിരുന്നു യോഗം. GST പരിഷ്കരണം ഏർപ്പെടുത്തിയാലും വരുമാന നഷ്ടം സംസ്ഥാനങ്ങൾക്കാണെന്ന് യോഗം വിലയിരുത്തി. അടുത്ത മാസം ആദ്യവാരം ചേരുന്ന GST കൌൺസിൽ യോഗത്തിൽ ആശങ്ക അറിയിക്കും. GST പരിഷ്കരണത്തിൽ 71% നഷ്ടവും സംസ്ഥാനങ്ങൾക്ക് സഹിക്കേണ്ടി വരുമെന്നാണ് യോഗത്തിലെ പ്രധാന വിലയിരുത്തൽ. സാധനങ്ങളുടെ വില കുറയുന്നതിൽ ഗുണം ജനങ്ങൾക്ക് ഉറപ്പാക്കണമെന്ന ആവശ്യം GST കൗൺസിൽ യോഗത്തിൽ ഉന്നയിക്കുമെന്ന് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ. ടാക്സിൻ്റെ ഇളവ് വരുന്നത് സാധാരണ ജനങ്ങൾക്ക് കിട്ടണം, അത് കിട്ടാതെ അത് കമ്പനികൾ എടുക്കരുത്. അതുകൊണ്ട് അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്, കൺസേൺ ഉണ്ട്. വലിയ തോതിലുള്ള വരുമാന നഷ്ട സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ള ആശങ്കയുണ്ട്. അപ്പോൾ അതിന് ഒരു പ്രൊട്ടക്ഷൻ വേണം. സംസ്ഥാനങ്ങളുടെ വരുമാനം സംരക്ഷിക്കുന്ന തരത്തിൽ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് BJP ഇതര സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരുടെ കണക്കുകൂട്ടൽ. 24 ഡൽഹി. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര അവസാന ഘട്ടത്തിലേക്ക്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് യാത്രയുടെ ഭാഗമായി. CPI ജനറൽ സെക്രട്ടറി D രാജയും ആനി രാജയും യാത്രയിൽ അണിചേർന്നു. അതിനിടെ പ്രധാനമന്ത്രിയെയും മാതാവിനെയും കോൺഗ്രസ് പ്രവർത്തകൻ അധിക്ഷേപിച്ചെന്നാരോപിച്ച് BJP പ്രതിഷേധം ഘടിപ്പിച്ചു. ബീഹാറിലെ വെസ്റ്റ് ചമ്പാരനിൽ നിന്നായിരുന്നു വോട്ടർ അധികാർ യാത്രയുടെ 13-ാം ദിനത്തിന്റെ തുടക്കം. രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനുമൊപ്പം
CPI ജനറൽ സെക്രട്ടറി D. രാജ, ആനി രാജ, സച്ചിൻ പൈലറ്റ് എന്നിവർ അണിചേർന്നു. ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരും നേതാക്കളും യാത്രയുടെ ഭാഗമാകുന്നതോടെ ബീഹാറിൽ സഖ്യം കരുത്തു തെളിയിക്കുകയാണ്. ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് നീങ്ങുന്ന യാത്രയ്ക്ക് വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നത്. വോട്ടർ അധികാർ യാത്രയ്ക്കിടെ പ്രധാനമന്ത്രിക്കും മാതാവിനുമെതിരെ കോൺഗ്രസ് പ്രവർത്തകൻ മോശം പരാമർശം നടത്തിയതിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആവശ്യപ്പെട്ടു. ദർഭംഗയിലെ യാത്രയ്ക്കിടെ മോശം പരാമർശം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകൻ റഫീഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നാലെ പട്നയിലെ കോൺഗ്രസ് ഓഫീസിലേക്ക് BJP പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. ഡൽഹി. ഉത്തരാഖണ്ഡിൽ വീണ്ടും മേഘവിസ്ഫോടനം. യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു. ജമ്മുകാശ്മീരിൽ 12 ദിവസത്തിനിടെ മഴക്കെടുതിയിൽ 138 പേരാണ് മരിച്ചത്. മഴ നാശം വിതച്ച ജമ്മുകാശ്മീരിലും ഹിമാചൽ പ്രദേശിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ചമോലിയിലെ ദേവാൽ മേഖല, രുദ്രപ്രയാഗിലെ ബസുകേദാർ തെഹസിൽ എന്നിവിടങ്ങളിലാണ് മേഘവിസ്ഫോടനം. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങി. കാണാതായവർക്കായി തെരച്ചിൽ ഊർജിതം. രുദ്രപ്രയാഗിലെ ഹനുമാൻ ക്ഷേത്രം വെള്ളത്തിനടിയിലായി. കേദാർനാഥിൽ പാലം ഒലിച്ചുപോയി. അളകനന്ദ, മന്ദാകിനി നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. മഴ ദുരിതം വിതച്ച ജമ്മു കാശ്മീരിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. 4 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. വെള്ളപ്പൊക്ക മേഖലകളിൽ നിന്ന് 10,000-ലധികം ആളുകളെ ഒഴിപ്പിച്ചു. പഞ്ചാബിലെ 8 ജില്ലകളെയാണ് വെള്ളപ്പൊക്കം ബാധിച്ചത്. മോശം കാലാവസ്ഥയെ തുടർന്ന് ഇന്നും നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ഛത്തീസ്ഗഡിൽ മഴക്കെടുതിയിൽ 8 പേർ മരിച്ചു. തുടർച്ചയായി പെയ്ത മഴ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത നാശനഷ്ടമാണ് വിതച്ചത്. ജമ്മു കാശ്മീരിലും ഉത്തരാഖണ്ഡിലും ഉൾപ്പെടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഡൽഹിയിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. വിനീത VG 24 ഡൽഹി. ശ്രീഗോകുലം ഗ്രൂപ്പിലെ സ്കൂളുകളുടെ കലോത്സവത്തിന് തുടക്കമായി. ആലപ്പുഴ തുറവൂരിലെ ശ്രീഗോകുലം ക്യാമ്പസിൽ ഇന്നും നാളെയുമായാണ് കലോത്സവം നടക്കുക. ഗോകുലം ഗ്രൂപ്പിന് കീഴിലുള്ള സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിലെ കുട്ടികളുടെ കലോത്സവമാണ് തുറവൂരിലെ ഗോകുലം ക്യാമ്പസിൽ തുടങ്ങിയത്. ഇന്ന് രാവിലെ നടന്ന ചടങ്ങിൽ കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് നവരസ സീസൺ 3 ഉദ്ഘാടനം ചെയ്തു. ശ്രീഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള ഗോകുലം ഗോപാലന്റെ ദീർഘവീക്ഷണം അത്ഭുതപ്പെടുത്തിയതായി മന്ത്രി P. പ്രസാദ്. ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയ വാക്കുകളാണ് ഞാൻ അവിടെ നിന്ന് കേട്ടതെല്ലാം. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശ്രീനാരായണ ഗുരുദേവൻ ഇക്കാര്യത്തിൽ പറഞ്ഞ ഒരു സാക്ഷ്യമാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത്. ഒരു പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് ഉപകരിക്കുന്ന തരത്തിലുള്ളൊരു ഇടപെടൽ നടത്തണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. കലോത്സവങ്ങളിൽ വിജയികളാവുകയല്ല പരമലക്ഷ്യമെന്നും പങ്കെടുക്കുക എന്നതാണ് കുട്ടികൾ ശീലമാക്കേണ്ടതെന്നും ഗോകുലം ഗോപാലൻ. ആ കല നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കും. ആ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തുകയും സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. മത്സരം എന്ന് പറഞ്ഞാൽ അങ്ങനെ മറ്റുള്ളവർ പരാജയപ്പെടുത്താനല്ല, മറ്റൊരു കൂടെ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കുന്ന ഒരു പ്രകടനമാണ്. 600-ലധികം കുട്ടികളാണ് ഇന്നും നാളെയുമായി നടക്കുന്ന വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുക. 24 കൊച്ചി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.